വൈവിധ്യങ്ങളുടെയും വ്യത്യസ്തതകളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രവുമൊക്കെയായി സ്കൂൾ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തതയും വിസ്മയവും ഒരുക്കുകയാണ് കൊല്ലം കല്ലുവാതുക്കൽ മേവനക്കോണം JD ബുക്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്. നോക്കുമ്പോൾ നമ്മളെ ഈ ലൊക്കാലിറ്റി ഇല്ലാത്തൊരു സ്ഥാപനമായിരുന്നു ഈ നോട്ട്ബുക്ക് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ്. അതുമാത്രമല്ല സ്കൂൾ കുട്ടികളും ആയിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു യൂണിറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയതും അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമസ്കാരം. കല്ലുവാതുക്കൽ മേവനക്കോണം JD ബുക്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നമുക്ക് പോകാം. 28 വർഷക്കാലം MEP സെക്ഷൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായി ജോലി നോക്കിയിരുന്ന ജയരാജൻ്റെ വേറിട്ട സംരംഭത്തിൻ്റെ വിസ്മയ കാഴ്ച നാടും നാട്ടുകാരും ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ പേര് ജയരാജൻ എന്നാണ്. ഞാനൊരു നോട്ട്ബുക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കല്ലുവാതുക്കൽ മേവനക്കോണത്ത് വീട്ടിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചു. അത് ഓൾറെഡി ഒരു മാസത്തിന് പുറത്തായി. ഞാനൊരു 28 വർഷം പ്രവാസ ജീവിതം നയിച്ചു. പിന്നെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു യൂണിറ്റ് എന്തെങ്കിലും ഒരു സ്ഥാപനം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഈ ലൊക്കാലിറ്റി ഇല്ലാത്തൊരു സ്ഥാപനമായിരുന്നു ഈ നോട്ട്ബുക്ക് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ്. ഇത്തരം ഒരു ഐഡിയ വർക്കൗട്ട് ആകാനായിട്ടുണ്ടായ ഒരു കാര്യം എന്താണെന്നൊന്ന് വ്യക്തമാക്കാം. വർക്കൗട്ട് ആവാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഈ നോട്ട്ബുക്കിൻ്റെ ഒരു ഐഡിയയിലോട്ട് വന്നതും അത് ചെയ്യാമെന്നുള്ള രൂപത്തിൽ. അങ്ങനെ കുറേ ആൾക്കാരുടെ ചോദിച്ചെങ്കിലും കുറേ ആൾക്കാർ പോസിറ്റീവായിട്ടും കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും പറഞ്ഞു തന്നു. അങ്ങനെ ഒരു കോട്ടയത്തുള്ള ബിജീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, തിരുവനന്തപുരത്തു നിന്നുള്ള രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി, ഇവരെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അങ്ങനെ അതനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. വളരെ ഭംഗിയായി കൃത്യമായ ഹൈടെക് രീതിയിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ അധിക ലാഭം നോക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനം. സ്കൂൾ സൈസ്, കിങ് സൈസ്, A4 സൈസ് ഇങ്ങനെ 3 തരം നോട്ട്ബുക്കുകൾ ഇവിടെ നിന്നും വിപണിയിലെത്തുന്നു. ഇതിനായിട്ടുള്ള മെഷീൻസും മറ്റുള്ള സാധനങ്ങളും ഒക്കെ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? കണ്ടെത്തിയെന്ന് പറയുന്നത് ഇത് മാൻ പവർ കുറച്ചിട്ടുള്ള ഒരു മെഷീനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാൻ പവർ ഇതിനകത്ത് ഒരു 6 പേര് ചെയ്യേണ്ട കാര്യം 2 പേര് മതിയാവും ഇതിനകത്ത് ചെയ്യാൻ. അപ്പോൾ 3 സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാർ ഇതൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് എന്താണ് ചെയ്തിരുന്നത്? സ്റ്റഡി ചെയ്യാനായിട്ട് ഓൺലൈൻ മാധ്യമം തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ ഓരോ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുകയും പഠിക്കുകയും ഇപ്പം ഏകദേശം ഒരു 80% ഇത് ബൈ ഹാർട്ടായിട്ടുണ്ട്. ഇത് 3-in-1 മെഷീനാണ് ഈ മെഷീൻ്റെ പേര്. അത് 3 മെഷീനും കൂടെ ചേർന്ന് വരുന്ന മെഷീനാണ്. അത് സ്റ്റിച്ചിങ്ങും ഫോൾഡിങ്ങും സ്ക്വയറിങ്ങും ഈ ഒരൊറ്റ മെഷീനിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് കൗണ്ട് ചെയ്ത് നമ്മൾ ബുക്കും റാപ്പറും കൗണ്ട് ചെയ്ത് ഇവിടെ വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്ക്വയർ ചെയ്ത് ബുക്കായിട്ട് വെളിയിൽ വരും. പിന്നെ നമ്മൾ ആ ബുക്കിനെ എടുത്തിട്ടാണ് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് സ്കൂളിൽ കൊടുക്കുന്നതും ബുക്ക് സ്റ്റാളിൽ കൊടുക്കുന്നതും ആയിട്ടുള്ള ബുക്കായിട്ട് എടുത്ത് മാറ്റുന്നത്. അത് 3 ടൈപ്പ് നോട്ട്ബുക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. സ്കൂൾ സൈസ്, ക്രൗൺ സൈസ്, A4 സൈസ്. ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി ഇതിപ്പം ഒരു നോട്ട്ബുക്കായി റെഡിയായി. ഇനിയിപ്പോൾ ഇതിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ മെഷീൻ്റെ പേര് എൽസീലർ എന്നാണ്. എൽസീലർ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ഒരു കവർ കോട്ടിങ് വെച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഹീറ്ററാകുമ്പോൾ ഇത് പ്രസ് ചെയ്തതിന് ശേഷം ലാമിനേഷൻ മെഷീൻ ഒക്കെ ചെയ്യുന്നത് പോലെ ഇത് ഇങ്ങനെ കറക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം കറക്റ്റായിട്ട് കിട്ടി. സ്ട്രിങ് ടണൽ എന്ന് പറയുന്ന മെഷീനാണ്. ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ഹീറ്റിംഗ് കോയിലാണ്. ഈ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ഉരുവി പിടിച്ച് സെറ്റായിട്ട് നമുക്ക് പാക്കിങ് പോലെ കറക്റ്റായിട്ട് ഇരിക്കും. മക്കളായ വിഘ്നേഷും വിവേകും വളരെ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛൻ ഒരുക്കിയ ഈ വേറിട്ട സംരംഭത്തെ. 2 കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ അറിവും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അറിവും വെച്ചാണ് അദ്ദേഹം സംരംഭം കെട്ടിപ്പടുത്തത്. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ധന്യ, വൈഫാണ്. എങ്ങനെയാണോ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. എന്ത് ചെയ്യുന്നത്? എൻ്റെ പേര് വിഘ്നേഷ്, 10 കഴിഞ്ഞു.
എൻ്റെ പേര് വിവേക്, ഇനി 7ാം ക്ലാസ്സിൽ. അച്ഛനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാര്യത്തിലൊക്കെ? ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ ഒരു യൂണിറ്റ് സ്റ്റാർട്ടായിട്ട്? ഇഷ്ടപ്പെട്ടു. ചെയ്യാനൊക്കെ ഞാൻ കൂടെ ചെയ്യും, എല്ലാം ചെയ്യും. ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്നുള്ളൊരു പ്രത്യേകത മാത്രമല്ല, എങ്ങനെയാണ് ഇവിടുത്തെ ബുക്സുകൾ സെയിൽ ചെയ്യാൻ സാർ ഉദ്ദേശിക്കുന്ന ഏത് തരത്തിലാണ്? സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോൾസെയിലായിട്ടുള്ളതാണ്. ഹോൾസെയിൽ എന്ന് പറയുമ്പം നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാനായിട്ടുള്ളത്. അതായത് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി സാധനം, നല്ല ക്വാളിറ്റി പേപ്പർ കാര്യങ്ങളും ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ട് റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം പറയാതെ വയ്യ, വിലയോ തുച്ഛം ഗുണമോ മെച്ചം, ലാഭേച്ഛയില്ലാതെ അനേക സഹനങ്ങളിലൂടെ പടുത്തുയർത്തിയ സംരംഭത്തിൽ നിന്നും ഇതിനോടകം 500,000-ലധികം ബുക്കുകൾ വിപണി കീഴടക്കി കഴിഞ്ഞു.